السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഒരുമിച്ച് കൂടി സമയവും സന്ദർഭവും നാളെ പരലോക രക്ഷയ്ക്ക് ഉതകുന്ന അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ഇറങ്ങിപ്പോളെ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഒരു വിശിഷ്ട അതിഥിയെ കാത്തിരിക്കണം. ഏതാ വിശിഷ്ട അതിഥി? ഏതാണ്? റമദാൻ അല്ലേ? ആ വിശിഷ്ട അതിഥിയെ നമ്മൾ കാത്തിരിക്കുമ്പോൾ, നമ്മൾ സാധാരണ നമ്മൾ അതിഥികളെ കാത്തിരിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ഉഷാറാക്കും, അതിനേക്കാൾ ഉഷാറായിട്ട് നമ്മൾ ഒരുങ്ങണം. ആ ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റമദാനുമായി അതിൻ്റെ വിധിവിലക്കുകളും മറ്റ് കാര്യങ്ങളുമെല്ലാം ബഹുമാന്യനായ പണ്ഡിതൻ മുഹമ്മദ് സ്വാദിഖ് മദീനി അവർ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ റമദാനിൽ ആ അതിഥിനെ വരവേൽക്കുമ്പോൾ ഒന്നാമതായി നമ്മളെ മനസ്സ് ശുദ്ധമാവണം. എന്നാൽ മനസ്സിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പാപങ്ങൾ അഖിലവും കഴുകിക്കളയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഒരുക്കം. ജമാഅത്ത് നിസ്കാരങ്ങളിൽ 5 വക്ത് ജമാഅത്ത് നിസ്കാരങ്ങളിലും നമ്മൾ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ കണിശമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി ആ അതിഥിയെ നമ്മൾ എത്രമാത്രം ആവേശത്തോടു കൂടി വരവേൽക്കുമ്പോൾ അത്രമാത്രം അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കോത്താമ്പ് വരുന്നുണ്ട് എന്നുള്ള ഭരണമാരിയകരം റമദാൻ വരുന്നുണ്ട്, എന്തോ ഒരു ചൂട്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഉർസിലത് ബിഹി എന്ന് പറയേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ, നീ അയക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് പറയേണ്ടവരാണ്. അപ്പോൾ എന്തോ ഒരു ചൂട്, എന്താ റമദാൻ വരെയാണ്, അതൊരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെയല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തണം, മാനസിക വിശുദ്ധി നേടണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മളെ കർമ്മങ്ങളൊക്കെ ഓരോ വെള്ളിയാഴ്ച രാവിലും എന്നാൽ വ്യാഴാഴ്ച മഗ്‌രിബ് ഉറൂബായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കും. ആ ആഴ്ചത്തെ കർമ്മങ്ങൾ അവിടെ നമ്മുടെ കുടുംബബന്ധം മുറിച്ച ഒരാളും ഉണ്ടാകാൻ പാടില്ല. റമദാന് വേണ്ടി അതിഥിയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നിലക്കും നമ്മുടെ കുടുംബബന്ധം നശിപ്പിച്ചവരാകാൻ പാടില്ല. മാതാപിതാക്കളുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, അടുത്ത അയൽവാസികളുമായുള്ള ബന്ധം, മറ്റു കുടുംബങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ കൃത്യമായും അതെല്ലാം ഇണക്കി ചേർത്തിട്ടുണ്ട്, വിളക്കി ചേർത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരാളോടും പകയോടുകൂടി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പിണക്കങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പോരോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ നമ്മളെ കർമ്മങ്ങൾ പോവില്ല. മുശാഹിനും മുശ്രിക്കിനും അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊണ്ടുപോവില്ല. അതുകൊണ്ട് ആരോടെങ്കിലും വല്ല പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കം തീർക്കാൻ ഉള്ള ഒരവസരമായി ഫോണിലൂടെയോ മറ്റോ നേരിട്ട് ചെന്നോ റമദാനിന് മുമ്പ് തന്നെ, വരുന്നതിന് മുമ്പ് തന്നെ അത് തീർക്കേണ്ടതുണ്ട്. നാലാമത്തേത്, നമ്മൾ സമയനിഷ്ഠ പാലിക്കണം. ഏത് കാര്യത്തിലും അങ്ങനെ 1 മിനിറ്റ് ആരാൻ്റെത് ഒരിക്കലും നമ്മൾ എടുക്കരുത്.
അതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഖിറാഅത്ത്, അതുപോലെ മറ്റു കാര്യങ്ങൾ ഓരോന്നും നമ്മൾ സലഫുസ്സാലിഹ്യങ്ങൾ ചെയ്തതുപോലെ ഓരോന്നിനും നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. നമ്മൾ റമദാൻ സമയം ഒരു മിനിറ്റ് പോലും നമുക്ക് നഷ്ടമാകരുത്. ഒരു മിനിറ്റ് നമുക്ക് നഷ്ടമായാൽ, ഒരു ദിവസം ഒരു മിനിറ്റ് നഷ്ടമായാൽ ഒന്ന് കൂട്ടി വെച്ച് 365 ദിവസത്തിൽ ഓരോ മിനിറ്റ് നഷ്ടപ്പെട്ട എത്ര ദിവസങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു മിനിറ്റ് പോലും നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഖളാ വീട്ടാനുള്ള നോമ്പ് വേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ വളരെ 10, 11, 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഒരിക്കലും അടുത്ത വർഷത്തേക്ക് വെക്കാൻ പാടില്ല. ഫിദിയ കൊടുക്കേണ്ട ആളുകൾ ഫിദിയ കൊടുക്കുക, വേഗം അത് നോറ്റ് കൂട്ടണം. പിന്നെ നമുക്ക് നമ്മളിൽ വരാറുള്ളത് റമദാനിന് ആണ് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്ത ആൾക്കാർ. എല്ലാ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ വസ്ത്രം വാങ്ങാനും ഒക്കെ റമദാനിൻ്റെ സമയത്താണ് പോകും. അതൊക്കെ ഇപ്പോൾ തന്നെ തീർക്കണം. ഡ്രസ്സൊക്കെ എന്താക്കി വാങ്ങാനുള്ളത് ഇപ്പോൾ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ വാങ്ങുക. അതുപോലെ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അത് നേരത്തെ വാങ്ങി വെക്കുക. അതിനൊന്നും റമദാനിൽ മുസ്ലിങ്ങളാരും ഒരു ഷോപ്പിലും ഉണ്ടാകാൻ പാടില്ല. കാരണം അതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ആവശ്യത്തിനല്ല, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ. നമുക്ക് ജോലിക്ക് പോകാതൊക്കെ പറ്റില്ലല്ലോ, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ സംഗതികൾക്ക് മാത്രം പുറത്തിറങ്ങുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക റമദാനിൽ. പിന്നെ റമദാനിലെ നമ്മുടെ അനാവശ്യമായ ചിലവുകളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ മിച്ചം വരുന്ന ധനം അത് സ്വതക്ക നൽകാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ പദ്ധതികളിൽ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങണം. അതൊക്കെ കുറച്ചിട്ട് എന്തെങ്കിലും സ്വതക്ക കൊടുക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി വെക്കുക. അത് റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. പിന്നെ ഉംറ നിർവഹിക്കുക. എല്ലാവർക്കും ഉംറ നിർവഹിക്കാൻ കഴിയില്ലല്ലോ, എല്ലാവർക്കും ഉംറ നിർവഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഉംറൻ്റെ പ്രതിഫലം കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സുബഹി നിസ്കരിച്ച് അതേ സ്ഥലത്ത് തന്നെ ദിക്റും ദുആയുമായി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഹജ്ജത്തൻ വഉംറത്തൻ താമത്തൻ നാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഹജ്ജിൻ്റെ ഉംറൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. എങ്ങനെ? നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ദിക്റൊക്കെ ചെയ്ത് സൂര്യോദയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ കഴിഞ്ഞ് നമ്മൾ നിസ്കരിച്ച് പോകുമ്പോൾ ഹജ്ജിൻ്റെ ഉംറൻ്റെ പ്രതിഫലം എന്നും ഇപ്പോൾ അതെല്ലാവർക്കും ജോലിയുള്ള ആൾക്കാർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ റമദാനിൽ കുറേ ഒഴിവുകൾ കിട്ടുമ്പോൾ അതൊക്കെ പരിശീലിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മൾ മാത്രം വലിയ മുഖ്ലിസീങ്ങളായിട്ട് എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും അതിനു വേണ്ടി താല്പര്യപ്പെടുത്തണം, ഇൻട്രസ്റ്റ് ആക്കണം. അതുകൂടെ നമ്മൾ ഈ റമദാൻ്റെ മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് കുട്ടികളൊക്കെ ഉമ്മാരിപ്പോൾ തന്നെ പറഞ്ഞെടുക്കുക, ഈ റമദാന് ഭയങ്കര ചൂടാക്കാരം കേട്ടോ, അത് ആദ്യം തന്നെ തലയ്ക്ക് കയറ്റുന്നത്. പിന്നെ അവർക്ക് നോമ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയല്ല, അവർക്ക് സഹലാക്കി കൊടുക്കണം, നമ്മളെ സംസാരത്തിന് എളുപ്പമായി തോന്നണം. അപ്പോൾ കുടുംബങ്ങളൊക്കെ തന്നോടൊപ്പം തന്നെ റമദാന് നല്ല തയ്യാറാകുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് ഉറപ്പുവരുത്തണം. പിന്നെ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ പഠനത്തിന് പാരായണത്തിന് നല്ല സദസ്സുകൾ ഇപ്പോൾ ഇവിടെ തന്നെ 30 ദിവസം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമുക്കിവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 5 മണി മുതലാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുക. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വ്യത്യസ്ത പണ്ഡിതന്മാരാണ് എടുക്കുന്നത്. ആ 30 ദിവസത്തിലും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് 50 ചോദ്യങ്ങൾ നമ്മൾ ടിക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 50 ചോദ്യങ്ങൾ എഴുതുന്ന ആൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കും എന്ന് പ്രാവശ്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മണി മുതൽ ഇവിടെ വരുന്ന ആളുകൾക്കാണ് നമ്മളിവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. അല്ലാതെ ഇതിനെ പോകുന്ന ആൾക്കാർക്കൊക്കെ നോമ്പറക്കാം, വരുന്ന ആൾക്കാർക്ക് നമ്മൾ തയ്യാറാക്കുക, അത് വേറെ വിഷയം. ഈ നാട്ടിലുള്ള ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്ലാസ്സിന് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇതിനും കൂടെ വരുന്ന ആളുകൾക്കാണ് നമ്മളിവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിനാണ് മെയിനായിട്ട് വരേണ്ടത്. അതുപോലെ നോമ്പ് പറഞ്ഞിട്ട് പോകാനും തറാവി കഴിഞ്ഞിട്ടും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രത്യേക സമയം കാണണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഒരു വക്തിന് നമ്മൾ 2 പേജ് ഓതിയാൽ മതി. 2 പേജാണ് 4 പുറം അല്ലേ? 2 പേജാണ് 4 ഭാഗം ഓതിയാൽ 10 പേജാണ് ഒരു ജ്യൂസ് എന്ന് പറഞ്ഞത്. എന്നുള്ള 20 പുറം ഉണ്ടാവും ഒരു ജ്യൂസ് അല്ലേ? 20 പുറമുള്ള ഒരു ജ്യൂസ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പേജ് ഓതി 4 പേജ് ഓതി 2 ഖത്ത് നമുക്ക് തീർക്കാം. ചില ആൾക്കാർ വേഗത്തിൽ ഓതി തീർക്കും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഖത്തം തീർക്കാനിട്ടേ ഞാൻ 2 ഖത്ത് ഓതി 3 ഖത്ത് ഓതി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖത്തം
തീർക്കണം. പക്ഷേ സാവകാശം ഓതി നല്ല നിലക്ക് ആസ്വദിച്ചുകൊണ്ട് ഓതി തീർക്കേണ്ട ഒരു സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധ റമദാൻ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ റമദാന് ആകുന്ന അതിഥി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, നോമ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഒന്നെന്താണ് അറിവ്, നമുക്ക് നമ്മളെ തഖ്വ പരിശീലിക്കാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതിന് ആ ആയത്തിൻ്റെ കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖമാകുമ്പോഴേ മറ്റൊരുക്കും അങ്ങനെ അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ സമാധാനം കിട്ടില്ലേ? സ്വാഭാവിക മനുഷ്യൻ്റെ ഉണ്ടാവുമല്ലോ. ഓർക്കൊക്കെ അങ്ങനെ അസുഖം വന്നിരുന്നു, അപ്പോഴത്തൊക്കെ മാറിയിട്ട് നമുക്ക് മാറും. എന്നാൽ മാറി മറ്റൊരുക്കൊക്കെ അതേപോലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ. അതെന്തിനാണ്? തഖ്വ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. തഖ്വ എല്ലാ നിലക്കും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള അവസരം രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതാണ്. അപ്പോൾ തഖ്വയുടെ പരിശീലനം അത് മുഖേന നമുക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ ഏറ്റവും മഹനീയമായ സ്വഭാവശീലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഉന്നതമായ സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റമദാനിനാണ് കഴിയുന്നതും നമ്മൾ ഉണ്ടാകുക. നോമ്പ് പറഞ്ഞ അതാണ്, ഉണ്ടാകുക. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ലത് പറഞ്ഞാലും കൂലിയാണ്, മിണ്ടാതിരുന്നാലും കൂലിയാണ്. നല്ലത് പറഞ്ഞാലും കൂലിയാണ്, മിണ്ടാതിരുന്നാലും കൂലിയാണ്, അല്ലേ? അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടും പറഞ്ഞു. ഒന്നുകിൽ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നീ നല്ലത് പറഞ്ഞ ആൾക്കാർക്ക് രണ്ട് ഓഫറാണ്. ഒന്നെന്താണ്? പാപങ്ങളൊക്കെ പുറത്തു തരും, കർമ്മങ്ങളൊക്കെ നന്നാക്കി തരും. ഇതിലേറെ വലിയ ഓഫർ എന്താ ഉണ്ട്? അപ്പോൾ മിണ്ടാതെ പരിശീലിക്കുക. ഒരാളെ ഗീബത്തോ നമീമത്തോ ഒന്നും പറയാതെ നല്ലൊരു അവസരം മിണ്ടാതെ നിൽക്കാൻ പരിശീലിക്കേണ്ട ഒരു സമയമാണ് ഈ കോപം, അനാവശ്യമായ ചിന്തകൾ, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് നോമ്പിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെ, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പട്ടിണിയിൽ കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട് ലോകത്ത്. മണ്ണ് വരെ തിന്നണ, അതുപോലെ ഒട്ടകത്തിൻ്റെ കാസ്റ്റും അതൊക്കെ ഭക്ഷിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പത്രങ്ങളിലും ഇതൊക്കെ കാണണമല്ലേ. അങ്ങനെ ആയിട്ട് പോലും പിന്നെ എല്ലാ ആളുകളുണ്ടെന്നുള്ള ചിന്ത നമുക്ക് ഈ വിശക്കുന്ന ഫ്രിഡ്ജിലൊക്കെ നല്ല ജ്യൂസും ഇതൊക്കെ ഉണ്ടാവുന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസരം നമുക്ക് തിരിച്ചറിയാൻ, പാവങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നോമ്പ് നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടെ പറയാൻ നിർത്തണം. നമ്മളെ നോമ്പ് വേഗം മുറിയും. ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ വെക്കുമ്പോൾ പറയാം, നമ്മളെ പിന്നെ സ്വാധീന മദീനുണ്ട്. ഞാൻ പറയാം, നമ്മൾ നോമ്പ് വലിക്കുമല്ലോ. നോമ്പ് വലിക്കൽ എങ്ങനെയാണ്? ഭക്ഷണമൊന്നുമില്ല. നോമ്പ് വലിക്കുക എങ്ങനെ? നമ്മൾ എങ്ങനെ നോമ്പ് വലിക്കുക? നമ്മളിത് ഭക്ഷണമൊന്നുമില്ല, എങ്ങനെ നോമ്പ് വലിക്കൽ? എങ്ങനെ നോമ്പ് വലിക്കുക പറയും? ഭക്ഷണമൊന്നുമില്ല, കാരക്കൊന്നുമില്ല, നമ്മൾ എങ്ങനെ നോമ്പ് വലിക്കുക? ഞാൻ നോമ്പ് വലിക്കാൻ കരുതുന്നതാണ് നോമ്പ് വലിക്കും, അല്ലേ? നോമ്പ് മുറിക്കലോ? ഇപ്പോൾ ഒരാളിങ്ങനെ യാത്ര ചെയ്യുക, അയാളത് കാരക്കില്ല, വെള്ളമില്ല, ഒന്നുമില്ല, അയാൾ നോമ്പ് മുറിക്കുക എങ്ങനെയാണ്? ഞാൻ നോമ്പ് മുറിക്കണു എന്ന് ആ സമയത്ത് നിയത്ത് ചെയ്താൽ മതി. നിയത്ത് പറഞ്ഞാൽ നോമ്പ് മുറിക്കണ ഇത് വിചാരിച്ചാൽ മതി. അപ്പോൾ നോമ്പ് മുറിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹുക്കുമകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ബഹുമാന്യനായ സ്വാദിഖ് മദീനി പറയും. ഞാൻ പറയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും ആണ് നമ്മൾ നോമ്പ് വെക്കേണ്ടത്. വിശ്വാസത്തോടു കൂടെയും പ്രതിഫലേച്ഛയോടുകൂടെയും. പിന്നെ പാപങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുക. ഞാൻ പറഞ്ഞു, നോമ്പിൻ്റെ വിധിവിലക്കുകളോടെ പറയും. നമ്മളെല്ലാവരും പല തെറ്റുകുറ്റങ്ങളും നമ്മളെ മെസ്സേജുകളിലും ഫോർവേഡ് ചെയ്യണേലും ഒക്കെ ഉണ്ടാവും. റമദാൻ കരീം എന്ന് ചില ആൾക്കാർ അടിക്കണതാണ്, അല്ലേ? അള്ളാഹാണ് കരീം, അള്ളാഹുവാണ് കരീം. പക്ഷേ റമദാൻ കരീം ഒക്കെ ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ചേക്കുന്നതാണ് സാധിക്കും. റമദാൻ മുബാറക്കാണ് ശരിക്കും, അനുഗ്രഹീതമായ റമദാനാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, നമുക്ക് തെറ്റായ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഉണ്ടാക്കി ആ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ, ഇതൊക്കെ നമ്മൾ നിൽക്കണം. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നോമ്പിനെ വരവേൽക്കാനുള്ള സന്നദ്ധരായി. ഇനി നോമ്പിനെ നമ്മൾ ഇബാദത്ത് നമുക്ക് വർദ്ധിപ്പിക്കണം. എല്ലാ സമയത്തും നമ്മൾ ഈ ഇബാദത്ത് വർദ്ധിപ്പിക്കണം. നോമ്പിന് ഇബാദത്ത് നമ്മൾക്ക് കൂടുതൽ വർദ്ധിപ്പിക്കണം. അതിന് 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? ഇൽമ് നേടുക എന്നുള്ളതാണ്. ഈ റമദാനിൽ നമ്മൾ ഒരുപാട് കിട്ടാവുന്ന അത്ര
ഇൽമ് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് ഒഴിവ് വേളകളുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്നാമത് ഇൽമ് നേടുക, ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മുഹാസബത്തുൻ നഫ്സ്, സ്വയം വിചാരണ നടത്തുക. അപ്പോൾ നമ്മൾ ഇബാദത്ത് വർദ്ധിപ്പിക്കും. എന്താ ഞാൻ ചെയ്തത്, എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലിയത്, എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് എന്ന് നമ്മൾ സ്വയം വിചാരണ നടത്തുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ദിക്റുള്ള, അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. ധാരാളം ദിക്ർ പറയാം, ചൊല്ലുക, അള്ളാഹിനെ സ്മരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദിക്റുൽ മൗത്ത്. അഞ്ചാമത്തെ ദിക്റുൽ ആഖിറ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഈ 5 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നടക്കുന്ന ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. എന്നിട്ട് എന്തെങ്കിലും സംശയം, നല്ലൊരു അവസരമാണ്. മാഷാ അല്ലാഹ്, സ്വദീഖ് മദീനി നിങ്ങളെല്ലാവരും സുപരിചിതരായ ആളാണ്. നമുക്ക് എന്ത് റമദാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു 9 മണി ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് 9-9:30 അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മളെ പ്രീ സ്കൂളിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പ്രീ സ്കൂൾ ആരംഭിച്ചു. അസനാബിൽ പ്രീ സ്കൂള്. നിങ്ങളേതെങ്കിലും ബന്ധത്തിൽപ്പെട്ട് പരിചയമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ആ ഒരു കാര്യം ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തത്, 30 ദിവസം നോമ്പ് തുറ ഉണ്ടാവും എന്ന് പറഞ്ഞു. 30-ഓ 29-ഓ അള്ളാഹു നിശ്ചയിച്ചതുപോലെ ആ ദിവസം നോമ്പ് തുറ ഉണ്ടാവും. നേരത്തെ തന്നെ നിങ്ങളെ ബന്ധപ്പെട്ട കുടുംബങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരാം. ഇവിടെ ആളെത്ര കൂടി നമുക്ക് പ്രശ്നമില്ല. നിങ്ങളെ ബന്ധത്തിലുള്ള ആളുകളൊക്കെ ഒന്നിച്ച് കുടുംബസമേതം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആളുകളോടൊക്കെ കാര്യം പറയാം. വീട്ടിൽ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക, നോമ്പുറ ഉണ്ടാക്കണ്ട, എല്ലാവരും കൂടെ നോമ്പുറ ഇവിടെ വരിക. പിന്നെ അതുപോലെ റമദാൻ ഡയറി എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും, ഇവിടെ പരസ്യങ്ങളിലൊക്കെ ഉണ്ടുണ്ടാവും. റമദാൻ ഡയറി 30 ദിവസത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതല്ലത്. റമദാനിൽ 30 ദിവസം ഓരോ ദിവസവും ജമാഅത്ത് കൃത്യമായി നിർവഹിച്ചുവോ, അതുപോലെ ഓരോ ചോദ്യങ്ങളാണ്, 15 ചോദ്യങ്ങളാണ്. ആ 15 ചോദ്യങ്ങൾ നമ്മൾ സ്വയം ഉത്തരം എഴുതി അടയാളപ്പെടുത്താനുള്ളതാണ്. അങ്ങനെ നമുക്കൊരു ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. പിന്നെ അതിൻ്റെ അവസാനത്തെ 12 മാസം, അത് ഈ 365 ദിവസത്തിനുള്ള ബാക്കി ദിവസങ്ങളാണ്. ഓരോ ദിവസത്തെയും മൊത്തത്തിലുള്ള ടോട്ടൽ എഴുതാനുള്ള സ്ഥലമാണ്. ഇവിടെ അതിന് 180 രൂപയാണ് വില. ആ പുസ്തകം നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും, ആ പുസ്തകം ചിലവാൻ വേണ്ടിയില്ല, ആകെ 100-200 കോപ്പി ബാക്കിയുള്ളൂ. പിന്നെ നമ്മൾ ഓരോ ആളുകൾക്കും, നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗത്തിനും അത് കൊടുക്കേണ്ടതാണ്. ശരി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റായി നമുക്ക് കൊടുക്കാം. അവരെല്ലാവരും ഇത് ഒരു ദിവസം വായിക്കാൻ പറ്റിയ ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന ദീനീപരമായ കാര്യം, സലഫുസ്സാലിഹ്യങ്ങളുടെ ജീവചരിത്രങ്ങളും മറ്റുമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് വായിച്ച് അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഹാസിബ് ഖബല അൻ തുഹാസബ്, സ്വയം വിചാരണ നടത്തുന്ന ഒരു അവസ്ഥയും അതിൽ ഉണ്ട്. ആ കാര്യം ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ സന്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും അവർക്ക് അള്ളാഹു അതിൻ്റെ പ്രയോജനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിന് ഉതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.